ഈ മുട്ട വെച്ചിട്ടുള്ള ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം വെച്ചിട്ട് ഉന്നക്കായ തയ്യാറാക്കുന്ന പോലെ പഴം പുഴുങ്ങി ഉടക്കുന്നത് പോലെ മുട്ട പുഴുങ്ങി ഉടക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതും ഇനി ഷുഗർ പേഷ്യൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ അത് കഴിക്കാതെ റമദാൻ മാസത്തിൽ മാറി നിൽക്കുന്നവർക്കൊക്കെ അത് നല്ലൊരു ഐറ്റംസാണ്. ഒരിക്കലും മാറി നിൽക്കേണ്ടി വരില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന മധുരമൊന്നുമില്ലാത്ത നല്ല എരിയൻ ഉന്നക്കായാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതും അടിപൊളി ഒരു ഫില്ലിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു നല്ലൊരു പിടി മല്ലിയിലയും ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ 2-3 ചെറിയ ഉള്ളി തൊലിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ വലിയ ഉള്ളിയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം എരിവുള്ള ഒരു 4 പച്ചമുളകും കൂടെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ 1-2 ചേരുവകളോടൊക്കെ ചേർക്കാനുണ്ട്. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കാരണം ഇതുപോലെ അരിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഞാനിതുപോലെ പൂണ്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിരകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങ ചിരകിയിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങളെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിട്ടിച്ച് കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വിനാഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണ് വിനാഗർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളി വേണ്ട. പക്ഷേ ചെറുനാരങ്ങ നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ കുരുവൊക്കെ ഇതിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു സുർക്കൊക്കെ ഇട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പഴം പുഴുങ്ങി എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു പഴത്തിന് പകരം നമ്മളിതാ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ, ചെറുതാണ്. വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. പക്ഷേ അതിൻ്റെ അളവൊക്കെ നിങ്ങളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടെ ഞാൻ ഒരു കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കുകയാണ് ചെയ്യണത്. കോഴിമുട്ട പുഴുങ്ങണം, ഉരുളക്കിഴങ്ങും പുഴുങ്ങണം. അപ്പോൾ ഇത് രണ്ടും ഒന്നും കൂടെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊന്നും ആദ്യം തന്നെ കളയണ്ട. ഇതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തൊടുത്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട, ഞാനിപ്പോൾ ഒരു 3 കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യണത്. ഈ ഒരു 3 കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോഴിമുട്ട എത്രത്തോളം പീസാക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഉന്നക്കായൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഒരു 3 കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ നടു മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 6 എടുക്കുക. അതല്ല ആ നടു മുറിച്ചതിന് നടു ചീന്തിയതിന് വീണ്ടും ചീന്തുകയാണെങ്കിൽ ഒരു കോഴിമുട്ടയിൽ നമുക്ക് 4 കഷ്ണം എടുക്കാം. അങ്ങനെ ആവുമ്പോൾ 3, 4, 12 ഉണ്ടാക്കിയെടുക്കാം. 3 കോഴിമുട്ട ഉണ്ടെങ്കിൽ തന്നെ 12 നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഒരു കോഴിമുട്ട ഫുള്ള് വെച്ചിട്ട് നമുക്ക് ഉന്നക്കായ തയ്യാറാക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോഴിമുട്ട പകുതി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരുപാട് പേരൊന്നുമില്ല. അപ്പോൾ കുറേ അളവ് കൂട്ടും വേണ്ട. കഴിക്കുമ്പോൾ കുറേ കോഴിമുട്ട അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഒന്നും കൂടെ രുചിയാണല്ലോ. അപ്പോൾ ഏതായാലും ഞാനിതാ ഈ ഒരു ഉരുളക്കിഴങ്ങിനൊക്കെ എടുത്തിട്ട് ഇതുപോലൊരു മാഷർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒന്നിങ്ങനെ നൊക്കി ഒടിച്ചെടുത്താൽ മതി. പക്ഷേ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നിങ്ങൾ കറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കേല പോലാവും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊന്നും അടിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫില്ലിങ് തയ്യാറാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുക. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് ആ ഉള്ളിയും ഇഞ്ചിയും കൂടെ ആ എണ്ണയിലിട്ടൊന്ന് മുരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യട്ടെ സവാള. അങ്ങനെ ആ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് തക്കാളി അത്തരം പരിപാടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട. പൊടികളും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് പൊടികൾ മാത്രം. അതായത് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലൻ്റെ പൗഡർ. ഇനിയിപ്പോൾ ഗരം മസാലൻ്റെ പൗഡർ തന്നെ വേണമെന്നില്ല, ചിക്കൻ മസാലൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ചിക്കൻ മസാലൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കയ്യിലില്ലാത്തവർ ഗരം മസാലൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഗരം മസാലൻ്റെ പൗഡർ കുത്ത് ടേസ്റ്റ് ആവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം മാറിക്കോട്ടെ. അതിന് ശേഷം ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത്, മല്ലിയില എത്ര ഉണ്ടെങ്കിലും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മളെ വയറ്റിലേക്ക് മല്ലിയിലൊക്കെ ഓവറായിട്ട് ചെല്ലണത് നല്ലതാണ്, ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കറിവേപ്പില ഞാനൊരു 2 തണ്ട് എടുത്തിട്ട്, മല്ലിയില ഞാൻ കട്ട് ചെയ്തിന്, പക്ഷേ കറിവേപ്പില ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇപ്പം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം, നല്ലതാണ് കേട്ടോ. ഇനി ഈ ഒരു കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഒന്ന് ചൂടാവാൻ പാകത്തിനൊന്ന് ഇതാക്കുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണുള്ളൂ. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ തയ്യാറായി. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതാണ് കേട്ടോ. കാരണം ഫ്ലെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല, തീ കത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ. ഇനി ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാറ്റി വെക്കാണ് കേട്ടോ, അത്രയും മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ആകുമ്പോൾ ചെറിയൊരു ലൂസായിട്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ബ്രെഡ് എടുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ടൊന്ന് കുഴച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫില്ലിങ് ഒന്നും കൂടി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു 3 ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ആ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ടെടുത്തൊന്ന് കുഴച്ചെടുക്കുക. ശേഷം അതുപോലെ തന്നെ ഒരു 3 ബ്രെഡ് പൊടിച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് 2 കയ്യിലും ഒരിത്തിരി ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. കയ്യിൽ പറ്റി പിടിക്കൂല, എന്നാലും നമുക്കൊരു പെട്ടെന്നൊന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൻ്റെ അടിയിൽ പരത്തിയിട്ട് ഒരു കോഴിമുട്ടൻ്റെ പകുതിയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോഴിമുട്ട ഒന്നും കൂടെ നടു ചീന്തിയിട്ട് ചെയ്യുക. നമ്മളെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കോഴിമുട്ട അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ അളവ് കൂട്ടുക കേട്ടോ. അപ്പം നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ഈ ചമ്മന്തി മക്കളെ ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൻ്റെ രുചി ഈ മല്ലിച്ചപ്പും പുതിനലയും എല്ലാം സുർക്കയും എല്ലാം കൂടെ ഇഞ്ചും എല്ലാം കൂടെ ഇട്ട് അരച്ചിട്ട് ഇതിനൊരു വല്ലാത്ത രുചിയാണ്. ആ ഒരു ഫില്ലിങ്ങും കൂടെ നമ്മൾ ഈ ഒരു കോഴിമുട്ടൻ്റെ കൂടെ വെക്കുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാത്ത പറ്റാത്തൊരു രുചിയായിരിക്കും നമ്മളിത് കഴിക്കുമ്പോൾ. നമ്മൾ പഴം കൊണ്ട് ഇതുവരെ ഇതുണ്ടാക്കിയല്ലോ ഉന്നക്കായ, ആദ്യം തന്നെ ഇത് ചെയ്യാനല്ലോ നമ്മൾ വിചാരിച്ചു. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് നല്ലോണം ഉരുട്ടിയതിന് ശേഷം, ഉറ്റുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട ഉടച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്താലും മതിയാവും. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, കാരണം മുട്ട ഉടച്ചിട്ട് അതിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ തന്നെ ഇതിലേക്ക് എണ്ണ കയറി പൊടിച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെയാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ആ ഒരു ഫില്ലിങ്ങക്കും ഒരു 2-3 ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുത്തല്ലേ, 2-3 ബ്രെഡ് പൊടിച്ചിക്കാണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഫില്ലിങ് നല്ല ഡ്രൈ ആണ് ഇരിക്കണത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സുഖമാണ്, കയ്യിനൊക്കെ നല്ല പിടിച്ചാൽ കിട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കട്ടെ, അതുപോലൊരു ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഉന്നക്കായൻ്റെ രീതിയിലാണെങ്കിലും ഞാൻ അധികം ഇതുപോലൊരു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കൽ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമുക്കത് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ വേറൊരു ചൊറുക്കണം. നമ്മൾ കായപ്പം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ആയിരിക്കും, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കുക. ഏതായാലും ഇത് അടിപൊളി ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ അതും വേണ്ട. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ബ്രെഡ് ക്രംസ് ഈ ഒരു ഫില്ലിങ്ങിലിട്ട് കുഴച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യുക, അതിനെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, ഒക്കെ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്.
പക്ഷേ ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യേണ്ടതിൽ മാത്രമേ ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കലുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഏതായാലും മക്കളെ, അതൊരു അടിപൊളി പലഹാരമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഏതൊരാൾക്കും കഴിക്കാൻ പറ്റും. നമ്മളൊരു ഉന്നക്കായൊക്കെ പഴം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. ഷുഗർ പേഷ്യൻ്റ് ഒക്കെ മാറി നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോട് കൂടി കഴിക്കുക. ഒരുപാട് വെജിറ്റബിൾസും ചേർന്നിട്ടുണ്ട്, പിന്നെ എണ്ണ കുടിക്കണമില്ല. അപ്പോൾ ഏതായാലും അടിപൊളി ഐറ്റംസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മലപ്പുറം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.